അദ്ദേഹം ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്. അതായത് RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ സമാധാനം, ത്യാഗം, ധാർമ്മികത, ധർമ്മം എല്ലാമാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഓടി വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാവപ്പെട്ട ജനങ്ങളുടെ രാജ്യമാണ്. അതായത് സ്വഭാവം കൊണ്ട്, വളരെ നല്ല സ്വഭാവം കൊണ്ട് അവർക്ക് മനസ്സിൽ ദുഷ്ടതയില്ല, കളങ്കമില്ല, ഒന്നുമില്ല. ആര് വന്നാലും അവർ നമ്മുടെ രാജ്യത്തേക്ക് സ്വീകരിച്ചിരുത്തും എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പല സെമറ്റിക് മതങ്ങൾക്കും ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ സാധിച്ചത്. പല മതങ്ങളെയും ഇവിടെ കസേര ഇട്ടുകൊടുത്തിരുത്തി നമ്മുടെ ആൾക്കാരെ മതം മാറ്റി അങ്ങോട്ടേക്ക് പറഞ്ഞയച്ച് അവരുടെ ആൾക്കാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തി അവർക്കിവിടെ ജീവിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുത്ത ഒരു നാടാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഗളന്മാർ വന്ന് ഭരിച്ചു, ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചു, പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യം പിളർന്നുപോയി. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ കേരളത്തിൽ വന്ന് മോഹൻ ഭാഗവത് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇനി ഈ സഹിഷ്ണുതയുടെ പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, പറക്കുന്ന ഒരു സ്വർണ്ണ പക്ഷിയായി നമ്മുടെ രാജ്യത്തിന് മാറണ്ട എന്നാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഇനി ലോക രാജ്യങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഗർജിക്കുന്ന സിംഹം എന്ന നിലയിലായിരിക്കുമെന്നാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം മേധാവി ഭാഗവത് ഈ വർഷം 2ാം തവണയാണ് കേരളം സന്ദർശിക്കുന്നത്. ശിക്ഷാ സംസ്കൃതി ഉത്താന്യാസ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനം വിജ്ഞാന സഭയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഇപ്പോൾ ഒരു സ്വർണ്ണ പക്ഷിയാകേണ്ടതില്ല, നമ്മളൊരു സിംഹമാകണം. കാരണം ലോകം അധികാരത്തിൻ്റെ കാര്യം മനസ്സിലാക്കുന്നു. ഇന്ത്യ ശക്തമാണ്, വികസിത രാജ്യവും ലോകഗുരുവുമായിട്ടുള്ള ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിനും കാരണമാകരുത് എന്ന് ഇപ്പോൾ കൃത്യമായി മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം കേരളത്തിൻ്റെ മണ്ണിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലാണ് ഈയിടെയായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് വളരെ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം പല മേഖലയിൽ നേരിടുന്നത്. യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. യൂണിവേഴ്സിറ്റികളിൽ വലിയ രീതിയിലുള്ള SFI എന്ന് പറയുന്ന ഒരു കാട്ടാള സംഘടനയുടെ അരാജകത്വം നീളുന്നു. വിദ്യാർത്ഥികളെല്ലാം വഴിതെറ്റിക്കുന്നു. പല രീതിയിലുള്ള ദുഷ്പ്രഭുത്വം, SFIയുടെ ദുഷ്പ്രഭുത്വം വിദ്യാർത്ഥികളെ സമ്പൂർണ്ണമായി വഴിതെറ്റിക്കുന്നു. പഠിക്കാനുള്ള വിദ്യാർത്ഥികളെ പഠിക്കാൻ സമ്മതിക്കാതെ അവരെ സമരത്തിനിറക്കിയും അവരെ കേസിൽപ്പെടുത്തിയും അവരെ വലിയ രീതിയിൽ ഇതാണ് ജീവിതം, ഇതാണ് പോരാട്ടം എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏതൊരു എസൻസും നുകരാത്ത വിദ്യാർത്ഥികളെല്ലാം അവരുടെ SFIയിലേക്ക് പിടിച്ചു ചേർത്ത് ചില നേതാക്കൾ അതിൽ വളർന്നു പോകും. ആ നേതാക്കൾക്ക് വളമായി ഈ വിദ്യാർത്ഥികൾ അവരുടെ ചോട്ടിൽ കിടന്ന് വളമായി ജീവിതം ഹോമിച്ച് അവസാനം ഈ SFI നേതാക്കൾ ഭാവിയിൽ വല്ല വല്ല മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വല്ല മന്ത്രിസ്ഥാനമോ വല്ല പോളിറ്റ് ബ്യൂറോയിലോ കയറുന്നുണ്ടെങ്കിൽ അവരുടെ പിറകിൽ തലയും ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ഈ SFI സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, വിദ്യാഭ്യാസം അതാണ് വലുത് എന്നാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് പറയുന്നത്. ആഗോള പങ്കിൻ്റെ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയുടെ ആഗോള പങ്കിനെക്കുറിച്ച് കേരളത്തിൽ വന്നാണ് മോഹൻ ഭാഗവത് പരാമർശിച്ചത്. യാതൊരു വ്യക്തിക്കും സ്വയം പര്യാപ്തനാകാനും സ്വന്തമായി അതിജീവിക്കാനുള്ള കഴിവ് നേടാനും കഴിയുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നിങ്ങൾ നേടേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യ എന്നതൊരു വ്യക്തിഗത നാമമാണ്, അതിനെ എല്ലായ്പ്പോഴും ഇന്ത്യ എന്ന് വിളിക്കണം, വിവർത്തനം ചെയ്യരുത് എന്ന് മോഹൻ ഭാഗവത് പറയുന്നു. എന്തായാലും മനുഷ്യജീവിതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. മനുഷ്യന് ദൈവമോ അസുരനോ ആകാനുള്ള ഓപ്ഷനുണ്ട്. ഒരു വ്യക്തി അസുരനായി മാറുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നു, അതേസമയം ഒരു ദൈവമായി മാറുന്നതിലൂടെ അവൻ സമൂഹത്തെ ഉയർത്തുന്നു. വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു, കാരണം അതൊരു വ്യക്തിയെ വിശപ്പില്ലാത്തവനും സ്വാശ്രയത്വമുള്ളവനുമാക്കുന്നു. വിദ്യാഭ്യാസം ഉപജീവന മാർഗത്തിൽ മാത്രം ഒതുങ്ങരുത്, കാരണം വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ ധാർമ്മികമായും സാംസ്കാരികമായും ശക്തനാക്കുന്നു എന്നും മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാനമായി മോഹൻ ഭാഗവത് കേരളം സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴാണ് കേരളം സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.